ശറഈന് വിരുദ്ധമായ കാര്യങ്ങൾ അതിലുണ്ടാകാം, ശറഈന് വിരുദ്ധമല്ലാതെയും അക്കാര്യങ്ങളൊക്കെ നടത്താം. അതിന് മാത്രമായി ഒരു ശറഈ വ്യായാമം എന്ന് പറയുന്നതിൻ്റെ മേലിൽ മാത്രമായിട്ട് ഒരു തെറ്റ് പറയാനില്ല. ആണും പെണ്ണും സങ്കലനം ചെയ്യുന്നത് അതിൻ്റെ പേരിലായി മാത്രം അനുവദനീയമാണ് എന്നും പറയാനില്ല. ഏതെങ്കിലും അതൊരു ദുരുദ്ദേശപരമായ ദുഷ്ടലാക്കുകളുണ്ടോ, ആളുകളെ കൂട്ടാളുകളുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് തന്നെയാണ്. വ്യായാമം എന്ന നിലക്ക് ഒരു വ്യായാമ മുറകൾ ആളുകൾ സ്വീകരിക്കുന്നതിൽ ഇസ്ലാമികമായി തെറ്റൊന്നുമില്ല. അപ്പോൾ കൂടിക്കലർന്നുകൊണ്ടാണെങ്കിൽ അത് നിഷിദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അത് കാന്തപുര അബൂബക്കർ മുസ്ലിയാർ അവറുകൾ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന അംഗീകരിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ്. ഒരു വ്യായാമ മുറ ഇപ്പം ഓരോന്ന് വരുമ്പോൾ കുല്ലി ജദീദിൻ ലദ്ദത്തുൻ, ഏത് പുതിയ സംഗതിക്കും ഒരു രസ, ഒരു ഹരം, അതൊരു ഹരമായിട്ടാണ് മാറും, ഒരു വികാരമായിട്ട്, ഒരു എന്തൊക്കെയായാലും പറയല് ത്രില്ല് എന്നൊക്കെ പറയല്ലേ, അങ്ങനെ ഒരു സംഗതിയായിട്ടാണ് വരലാണ് ഓരോ സംഗതിയും. ആ കൂട്ടത്തിൽ വന്നതാണ് ഇപ്പോൾ ഒരു വ്യായാമത്തിൻ്റെ ചിത്രം. കുറച്ചു കാലം സുബൈൻ്റെ ശേഷം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ നടക്കലേ, ഇപ്പോഴും ഉണ്ട് അങ്ങനെ നടക്കണത്. അത് രാവിലെ പോയി നോക്കിയാൽ, സുബൈ കഴിച്ചിട്ട് പോയി നോക്കിയാൽ കുറേ ആണുങ്ങൾ അങ്ങോട്ടും നടക്കും ഇങ്ങോട്ടും നടക്കും, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. അത് കുറേ നമ്മൾ ഡോക്ടർമാരുണ്ടാക്കി തീർക്കുന്നതാണ് കുറേ സംഗതികൾ. ഡോക്ടർമാർ ഓരോരോ സംഗതി കേൾക്കുമ്പോൾ നടക്കായിട്ടാണ്, നടക്കണം, ഹൃദയം വന്ന് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്ന് പറയുമ്പോൾ അതിനെ വ്യാപിക്കുകയാണ്. ആരോഗ്യം നിലനിർത്താനുള്ള ചിന്ത മൊത്തത്തിൽ ചിന്തിച്ചാൽ ഇസ്ലാമിക വ്യവസ്ഥയിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നിസ്കാരം, ഈ നിസ്കാരം എന്ന് പറയുന്ന കർമ്മം കൃത്യമായി ഒരാൾ നിർവഹിക്കുകയും അതിലെ സുന്നത്തായ കാര്യങ്ങളൊക്കെയും നിർവഹിക്കുകയും ചെയ്താൽ അത്ര ശരീരത്തിന് വ്യായാമം നൽകുന്ന ഒരു മുറ വേറെയില്ല. ഈ നടക്കുന്ന ആൾക്കാരൊക്കെ ഒരു 11 റക്അത്ത് രാത്രി ഉറങ്ങി നീച്ചതിൻ്റെ ശേഷം വിത്ർ നിസ്കരിക്കുക, തഹജ്ജുദ് ആവുമല്ലോ, ആ വിത്ർ നിസ്കരിക്കുകയാണെങ്കിൽ റുക്കോയും സുജൂദിലൊക്കെ ലേശം നേരം കിടക്കുക, നല്ല വ്യായാമ മുറയാണ്. പെട്ടെന്ന് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ആ നിൽക്കാറ് വേറെ തരം വ്യായാമമാണ്, ചാട്ടക്കളിൻ്റെ വ്യായാമമാണ്. ആ ചാട്ടക്കളിൻ്റെ വ്യായാമം പോയിട്ട് സാവകാശം ഓരോരോ കർമ്മത്തിനും അവയവങ്ങളൊക്കെ വെക്കേണ്ടടുത്ത് നിർത്തി വെച്ച് എന്ന് പറഞ്ഞത് കൃത്യമായ വ്യായാമത്തിൻ്റെ ഒരു മുറയായിട്ട് തന്നെ അള്ളാഹു നിശ്ചയിച്ച ആ ആരാധനയെ നമുക്ക് മനസ്സിലാക്കാം. കൃത്യമാണ്. കാൽപാദം വെക്കുന്നത് 5 വിരലുകളും ഓരോ വിരലിൻ്റെയും 10 വിരലും ഖിബിലേക്ക് നേരെ മുന്നിൽ വരണം. ആ വിധത്തിൽ കാൽപാദം ആദ്യം വെക്കണം ഖിബിലേക്ക്. അത് നമ്മൾ എങ്ങനെയെങ്കിലും പോയി നിൽക്കുകയാണ്, ഓരോരുത്തരുടെ എങ്ങനെ സാധാരണഗതിയിൽ നിൽക്കുള്ളൂ. അങ്ങനെ നിൽക്കുന്നത് 10 വിരലും ഖിബിലേക്ക് വരുന്ന മാതിരി ഒരു മനുഷ്യൻ നിൽക്കണമാതിരി നിൽക്കുക. എന്നിട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ആ തുടങ്ങുന്നത് കൈ ഉയർത്തലും അക്ബർ എന്ന് പറയുന്നതോടുകൂടി ചെവിൻ്റെ നേരേക്കും ചുമരിൻ്റെ നേരേക്കുമായി കൈകൾ വരലും കൃത്യമായിട്ടാവണം. ഇങ്ങനൊരു വ്യായാമ മുറ തന്നെയല്ലേ വാസ്തവത്തിൽ? ഇതിൻ്റെ അർത്ഥം നിസ്കാരം വ്യായാമ മുറയാണ് എന്ന് ഞാൻ വ്യാഖ്യാനം ചെയ്യല്ല. അങ്ങനെയൊക്കെ ചിലർ ചിന്തിക്കും, അങ്ങനെയല്ല ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം. 5 നേരത്തെ നിസ്കാരം അതിൻ്റെ റവാത്തിബുകളും രാത്രിയിൽ നിസ്കരിക്കാൻ പറഞ്ഞ പ്രത്യേകമായ നിസ്കാരം ഒരു മുറ പോലെ തന്നെ പതിവാക്കിയും ഒരാൾ നിർവഹിച്ചാൽ അത്ര വ്യായാമത്തിന് പറ്റുന്ന വേറൊരു മുറ വേറില്ല. ഓനിങ്ങനെ വെറുതെ സൈതാമേതാമ നടക്കേണ്ടി ഒന്നും വരില്ല. അപ്പം അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഓരോ മുറകൾ മനുഷ്യന്മാരിൽ ഇങ്ങനെ വ്യാപിക്കുകയാണ്. ഇപ്പം ആ കൂട്ടത്തിൽ മെക്ക്7 എന്ന് പറയണ മാതിരി തന്നെ 7 എനിക്കറിഞ്ഞൂടെ 7 വ്യായാമ മുറകളോടെന്ന് അറിയില്ല. അങ്ങനത്തെ ഒരു മുറ ഇപ്പം നമ്മളെ ഞാനിപ്പോൾ ഇന്നലെ സുബൈൻ്റെ മുമ്പായിട്ട് നേരത്തെ പോകുമ്പോൾ ഇവിടെ നമ്മളെ ഈ ഇതിൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ MES ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ എമ്പാടും വാഹനം നിർത്തിയിട്ട് എന്താ ഇവിടെ സംഭവം എന്ന് ചോദിച്ചു ഞാൻ നോക്കുമ്പോൾ. അപ്പോൾ ഈ മെക്ക്7 ആണ് എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ കുറേ കുട്ടികളെ വലിയ പാൻറ്റും മറ്റും ഒക്കെ ഇട്ട് കാണിക്കാൻ രാവിലെ ഒക്കെ വരുന്നത് കാണാം. അപ്പോൾ അതൊക്കെ ഈ മെക്ക്7 ആണെന്ന് പറയുന്നത്. അത് ശരി തന്നെയാണ്. മെക്ക്7 എന്ന് പറഞ്ഞ് എന്തിന് പോയാലും ആണ് പോകുകയാണെങ്കിൽ ഒപ്പം പെണ്ണും കൂടും. ഇപ്പോൾ അങ്ങനെ സ്വഭാവമാണ്. വിരുന്ന് പോകുകയാണെങ്കിലും അങ്ങനെ തന്നെ, അതുപോലെ ഉല്ലാസത്തിന് യാത്ര ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെ, ഇനി ഏർവാടിക്ക് ചെയ്യാറത്തിന് നോക്കുകയാണെങ്കിൽ അങ്ങനത്തെ പോലെ അങ്ങനെ ഇപ്പോൾ ആരാണ് പോയാലും പെണ്ണും ഒപ്പം പോകണം. അങ്ങനെ ഈ ക്രിസ്ത്യാനികളിൽ നിന്നും ജൂതന്മാരിൽ നിന്നും എല്ലായിടത്തും പെണ്ണുങ്ങളെ കൊണ്ടെടുക്കുന്ന ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിരിക്കുകയാണ്. അപ്പോൾ മെക്ക്7 എന്ന് പറഞ്ഞൊരു വ്യായാമം ഉണ്ടായി, ആ വ്യായാമത്തും കൊണ്ടുപോകും ഈ പെണ്ണുങ്ങൾ. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഓരോരുത്തൻ്റെ പെണ്ണുങ്ങളെ കൊണ്ടുപോകണേ. അവർക്കവർ സ്വന്തം തന്നെയാണ്, സ്വന്തം ഭർത്താവാണ്, സ്വന്തം ഭാര്യയാണ്, സംഗതി ശരിയാണ്. പക്ഷേ 2 കൂട്ടർ കൂടുമ്പോൾ പിന്നെ അന്യരാകാണല്ലോ. ഈ അന്യരായ പെണ്ണും ആണൊക്കെ ചേർന്നുകൊണ്ടൊക്കെ എല്ലായിടത്തും നടത്തുന്നുണ്ടെന്നൊന്നും നമ്മൾ കേൾക്കണില്ല. ചിലയിടത്തൊക്കെ നല്ല ശ്രദ്ധ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. പെണ്ണുങ്ങൾക്ക് വേറെയും ആണുങ്ങൾക്ക് വേറെയും മറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് തന്നെ ഉണ്ട്.
പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളിനെ നടത്തുന്നു, ആണുങ്ങൾക്ക് ആണുങ്ങളിനെ നടത്തുന്നു എന്നൊക്കെ കേൾക്കണേ. ഞാൻ എനിക്കതിനെ പറ്റിയൊന്നും അറിഞ്ഞൂടാ. പലരും അന്വേഷണത്തിൽ പലരും മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ കൂടിക്കലർന്നുകൊണ്ടാണെങ്കിൽ അത് നിഷിദ്ധമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. അത് കാന്തപുര അബൂബക്കർ മുസ്ലിയാർ അവറുകൾ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന അംഗീകരിക്കാവുന്ന ഒരു സംഗതി തന്നെയാണത്. ഏതായാലും ശരി, ആണും പെണ്ണുങ്ങളൊക്കെ ഒന്നിച്ച് നടത്തുന്ന ചാൻസും ചിലയിടത്തുണ്ട്, വരവിലായിട്ടും കൂട്ടുന്നിടത്തായിട്ടും എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനത്തെ ചില സ്ഥലങ്ങളും നമ്മൾ ശ്രദ്ധയും കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനുകൂടി പറ്റുന്നവരാണ് അതിൻ്റെ സംഘാടകർ എന്ന് മനസ്സിലാകുന്നുണ്ട്, പൊതുവിലിൻ്റെ സംഘാടകർ. ഏതായാലും സംഘാടകർ ഒരു പുതിയ പരിഷ്കാരികളാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായി എന്തെങ്കിലും പ്രത്യേക പുതിയൊരു മുറ സാമ്പത്തികമായിട്ട് വല്ലതും ഉണ്ടാക്കാൻ കാണുന്നവരാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പം ആ നിലക്കുള്ള ഒരു സംഗതിയൊക്കെ ഏത് വരുമ്പോൾ ഉണ്ടാവുമല്ലോ തർക്കം. ആ തർക്കത്തിൻ്റെ കൂട്ടത്തിൽപ്പെട്ട ഇക്കാര്യം ജമാഅത്തെ ഇസ്ലാമിക്കാർ നടത്തിയാലും, അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടുകാർ നടത്തിയാലും, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നടത്തിയാലും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ DYFO ഒക്കെ നടത്തിയാലും, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ യൂത്ത് കോൺഗ്രസോ നടത്തിയാലും, ആര് നടത്തിയാലും ഇന്നോല് നടത്തിയെന്നുള്ളതിൻ്റെ പേരിലായിട്ടൊരു വിധിയൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം വരാനില്ല, ആര് നടത്തിയാലും. പക്ഷേ അതൊരു ദുരുദ്ദേശപരമായ ദുഷ്ടലാക്കുകളുണ്ടോ, ആളുകളെ കൂട്ടാളുകളുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടത് തന്നെയാണ്. വ്യായാമം എന്ന നിലക്ക് ഒരു വ്യായാമ മുറകൾ ആളുകൾ സ്വീകരിക്കുന്നതിൽ ഇസ്ലാമികമായി തെറ്റൊന്നുമില്ല. ഞാൻ പറഞ്ഞത് നിസ്കാരം ഉള്ളതുകൊണ്ട് ബാക്കിയൊക്കെ തെറ്റാന്നുള്ള നിലക്കല്ല. നിസ്കാരം ശരിക്കും പാലിക്കുന്ന ഒരു രീതിയാണെങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് അതാണ് ഏറ്റവും നല്ലത് എന്നാണ്. അപ്പോൾ ഒരു സംഘം ചേർന്നിട്ട് തഹജ്ജുദൊക്കെ നിസ്കരിക്കുക, നമുക്ക് വിത്തറൊക്കെ നിസ്കരിക്കുക, എൻ്റെ അടച്ചു നിസ്കരിക്കും, എൻ്റെ അട ഞാൻ നിസ്കരിക്കുക, അങ്ങനെ നമുക്ക് നിസ്കരിക്കുക എന്നൊരു കൂട്ടായ്മ തീരുമാനിച്ചിട്ട് ഓരോ ഒറ്റക്ക് അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു സുന്നത്ത് ചത്തുപോയത് ഹയാത്താക്കലാവും. ചത്തുപോയൊരു സുന്നത്തിനെ ഹയാത്താക്കിയ വലിയ കൂലിയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്യും. ഒരൊറ്റ സുന്നത്തിനെ, ഉമീത്തത്തായ ഒരു സുന്നത്തിനെ ഹയാത്താക്കിയാൽ 100 ശുഹദാക്കളുടെ ഒക്കെ കൂലിയും മറ്റുമൊക്കെ ഇസ്ലാം പ്രത്യേകം ഓഫർ ചെയ്യുന്നുണ്ട്, റസൂൽ ഓഫർ ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ വല്ലൊരു പുതിയ കൂട്ടായ്മയും ഒക്കെ ഉണ്ടാക്കാം ചിലർക്ക്. അതാ ഞാൻ പറയുന്നത്, അതൊക്കെ ഇതിലേറെ നന്നാവും. മറ്റതൊക്കെ കൈ അങ്ങോട്ടാക്കുക പറഞ്ഞ് ഒരു കൂട്ടം യോഗ നടത്തുമ്പോൾ അങ്ങനെയൊക്കെ ഇപ്പം നമ്മളെ മോദി സ്കൂളുകളിലെല്ലാം കൊണ്ടുവന്ന് അപ്പുറത്തെല്ലാം കൊണ്ടുവന്ന് കുറേ യോഗ അതിനൊന്നും നമ്മൾ എതിർക്കേണ്ടതില്ല. ശറഈന് വിരുദ്ധമായ കാര്യങ്ങൾ അതിനുണ്ടാകാം, ശറഈന് വിരുദ്ധമല്ലാതെയും അക്കാര്യങ്ങളൊക്കെ നടത്താം. അതിന് മാത്രമായി ഒരു ശറഈ വ്യായാമം എന്ന് പറയുന്നതിൻ്റെ മേലിൽ മാത്രമായിട്ട് ഒരു തെറ്റ് പറയാനില്ല. ആണും പെണ്ണും സങ്കലനം ചെയ്യുന്നത് അതിൻ്റെ പേരിലായി മാത്രം അനുവദനീയമാണ് എന്നും പറയാനില്ല. ഏതെങ്കിലും വർഗീയ ചിന്തയുള്ള ആളുകൾ ദുഷ്ടലാക്കോടുകൂടെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് കുറച്ച് കാലമൊക്കെ നിൽക്കുള്ളൂ, പിന്നെ വീണ്ടും. കാരണം എപ്പോഴെങ്കിലുമൊക്കെ ഓല ആശയങ്ങളൊക്കെ പറഞ്ഞ് ആളെ കൂട്ടാണെങ്കിൽ വേഗം പൊളിയാലോ. അതൊന്നുമില്ലെങ്കിൽ ഇന്ന സംഘമാണ് നടത്തുന്നത് എന്നുള്ള നിലക്കൊന്നും ഇപ്പോൾ അതിനെ നമ്മൾ ശാപ കുത്തേണ്ടതില്ലല്ലോ. അപ്പോൾ ആ നിലക്ക് ആ ഒരു പരിപാടിയെ ശരിക്കും വിലയിരുത്തിയ ശേഷം, അതിൻ്റെ ശരിയായ വശങ്ങളൊക്കെ മനസ്സിലാക്കിയ ശേഷം, അതിൻ്റെ ദുഷ്ടലാക്കുകളൊക്കെ വല്ലതും ഉണ്ടോ ഇല്ലേ എന്നൊക്കെ തിരിച്ചറിഞ്ഞതിൻ്റെ ശേഷമാണ് അതേക്കുറിച്ച് ശരിക്കും പ്രതികരിക്കാൻ കഴിയുള്ളൂ. ഞാനതൊന്നും മനസ്സിലാക്കിയിട്ടില്ല. ഒറ്റയടിക്ക് ഇങ്ങനെ കേട്ടപ്പോൾ ഇങ്ങനെയുള്ള ചർച്ച, ക്ലാസ് എന്നൊക്കെ നടത്തുന്നത്, ചർച്ച ചെയ്യുന്നത് മനസ്സിലാക്കുന്നതാണ് ഞാനിപ്പോൾ പറയുന്നത്. കൂടുതൽ അതിനെപ്പറ്റി അന്വേഷിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല.